ഡാനി ഇന്നും അമ്മയോട് വന്ന് പരാതിപ്പെട്ടു. അമ്മേ, ടീച്ചർ ഇന്നും എന്നെ ശല്യം ചെയ്തു. ദിവസങ്ങളായി ഇത് തന്നെയാണ് ഡാനിയുടെ പരാതി. അമ്മ അവനോട് പറഞ്ഞു, ആഹാ, എങ്കിൽ നാളെ തന്നെ നമുക്ക് തീർക്കാം. അമ്മയ്ക്ക് ദേഷ്യം വന്നു. ടീച്ചറോടുള്ള ദേഷ്യം അടക്കാനായില്ല. പിറ്റേ ദിവസം ഡാനിയോടൊപ്പം അമ്മ സ്കൂളിലേക്കെത്തി. അമ്മ പോയി ടീച്ചറെ നന്നായി വഴക്ക് പറഞ്ഞു. ടീച്ചർ ചോദിച്ചു, എന്താണത്? അപ്പോൾ പറഞ്ഞു, താങ്കൾ എൻ്റെ മകനെ എപ്പോഴും ശല്യം ചെയ്യുന്നതായിട്ടാണ് എൻ്റെ മകൻ പറഞ്ഞത്. ടീച്ചർ ചിരിച്ചു. എന്നിട്ട് ഡാനിയെ വിളിച്ചു പറഞ്ഞു, അഞ്ചും അഞ്ചും എത്രയാണ് എന്ന് പറയൂ കുട്ടി. അപ്പോൾ ഡാനി പറഞ്ഞു, ഇത് കണ്ടമ്മേ, വീണ്ടും എന്നെ ശല്യം ചെയ്യുന്നു. ഇതാണ് കാര്യം. നാം ഒരു കാര്യം തിരക്കാതെയാണ് അതിൻ്റെ പരിഹാരവും അതിൻ്റെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. പ്രശ്നങ്ങളുടെ തുടക്കവും ഇങ്ങനെ തന്നെയാണ്. ഒരു വിഷയം കേട്ടാൽ അതിൻ്റെ കാതലായ വിഷയം, അതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ അതിൽ പ്രതിചേർക്കപ്പെട്ട അല്ലെങ്കിൽ അതിൽ ആരോപിക്കപ്പെട്ട വ്യക്തിയോടുകൂടി നാം ചോദിക്കുമ്പോഴാണ് കാര്യം വ്യക്തമാവുകയും പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുകയുമുള്ളൂ. സൗഹൃദത്തോടുകൂടി മനുഷ്യബന്ധങ്ങളെ കാത്തുസൂക്ഷിക്കാൻ ഏറ്റവും ഉചിതമായ ഒന്നുകൂടിയാണ് അത്.